ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു മിനി ഷോപ്പിംഗ് കേട്ടോ. മിനി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ലോങ് ആട്ടോ. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാട്ടോ. അപ്പോൾ അമ്മ കുറച്ച് വീട്ടിലെടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കണത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് മാൾക്കിസ്റ്റാട്ടോ എടുത്തത്. ചീസിൻ്റെ മാൾക്കിസ്റ്റാട്ടോ. എനിക്ക് ചീസിൻ്റെ ആട്ടോ ഇഷ്ടം. അങ്ങനെ ഞാൻ ബാസ്ക്കറ്റിൽ ഇട്ടു മാൾക്കിസ്റ്റ്. പിന്നെ മറക്കാതെ എടുക്കുന്ന സാധനം കേട്ടോ നമ്മുടെ ഇപ്പി. നമ്മൾ 2 പാക്കറ്റ് ഇപ്പി എടുത്തു. എനിക്ക് മാഗി ഇഷ്ടമല്ല കേട്ടോ. മാഗി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ ഇപ്പി ഞാൻ എടുത്തു. പിന്നെ ഞാൻ ഒരു പീനട്ട് ബട്ടർ എടുത്തേ. അവിടെ ന്യൂട്രല കണ്ടു, പക്ഷെ ന്യൂട്രല എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഹാപ്പി എന്നുള്ള കമ്പനിയിലെ പീനട്ട് ബട്ടർ ഞാൻ എടുത്തിട്ടാണ്. അതും കൊണ്ട് ഞാൻ ബാസ്ക്കറ്റിൽ ഇട്ടു. പിന്നെ ഞാൻ ഒരു ജാം എടുത്തു. നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ തന്നെ ജാം എടുത്തു. ഞാൻ അവിടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, മാംഗോയുടെ, പൈനാപ്പിളിൻ്റെ, അതൊന്നും എടുത്തില്ല. ഞാൻ മിക്സ്ഡ് ഫ്രൂട്ടാട്ടോ ഇഷ്ടം. എനിക്ക് മിക്സ്ഡ് ഫ്രൂട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു മിക്സ്ഡ് ഫ്രൂട്ട് എടുത്തു. ഫ്രൂട്ട് മാനേജർ കമ്പനി കേട്ടോ. പിന്നെ പേനയുടെ സെക്ഷനിൽ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ തപ്പിയത് ജെൽ പേന കേട്ടോ, ബ്ലൂ ഇങ്കിൻ്റെ. ഞാൻ ബ്ലൂ ഇങ്ക് കൊണ്ടാണ് എഴുതുന്നത്. എനിക്ക് ജെൽ പേന ഭയങ്കര ഇഷ്ടമാണ്. സ്പ്രെഡൊക്കെ ആവും എഴുതി കഴിഞ്ഞാൽ, പക്ഷെ എന്നാലും ഞാൻ എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു 3 ജെൽ പേന എടുത്തു. പിന്നെ ഞാൻ എടുത്തത് ഒരു കോൺഫ്ലവർ പൊടി എടുത്തു. ഈ ഫ്രഞ്ച് ഫ്രൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടും. അതുമാത്രമല്ല വേറെ സാധനങ്ങളൊക്കെ. അങ്ങനെ അതെടുത്തു. പിന്നെ ഒരു വിക്സ് എടുത്തു. വിക്സ് നമുക്ക് വേണ്ടേ, പനിയും ജലദോഷമൊക്കെ. വിക്സ് എടുത്തു. പിന്നെ നോക്കിയപ്പോൾ നെയിൽ പോളിഷ് വേണം കേട്ടോ. കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നെയിൽ പോളിഷ് ഞാൻ അതിൽ നിന്നൊരു ബ്ലൂ നെയിൽ പോളിഷ് എടുത്തു. കടുത്ത കളറാണ്, എന്നാലും എടുത്തു. പിന്നെ എൻ്റെ വാട്ടേറ്റിംഗ് ഡേ കണ്ടവർക്ക് മനസ്സിലാവും, എനിക്ക് ബ്രൂ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബ്രൂ എടുത്തു. പിന്നെ ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു യോഗട്ട് എടുത്തു. പിന്നെ ലാസ്റ്റായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു 2 ബ്ലാക്ക് പെൻ എടുത്തോന്ന്. അങ്ങനെ 2 ബ്ലാക്ക് പെൻ എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്, ഇതുവരെ മേടിച്ചിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ, റെഡി ടു ഫ്രൈ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറക്കാം. അത് ഒരെണ്ണം മേടിച്ചു. ചെറിയ പാക്കറ്റിന് 79 രൂപയാണ്, വലിയ പാക്കറ്റിന് 169 രൂപയാണ്. അങ്ങനെ ഡവ് സോപ്പ് എടുത്തു. ഞാൻ എല്ലാ ദിവസവും ഡവ് ആട്ടോ എടുക്കണം. ഡവിൻ്റെ കുക്കുമ്പർ എടുത്തു. പിന്നെ എല്ലാം ബില്ലടിച്ചു. അപ്പോൾ ഇവിടെ ഈ ഫ്ലിപ്കാർട്ടിൽ എടുക്കണ പോലെ സകല സാധനങ്ങളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടയുടെ പേരൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മുടെ മാമ എർത്തിൻ്റെ തന്നെ ടിൻഡർ ലിപ് ബാം ഉണ്ടായിരുന്നു. അതിന് 229 രൂപ കേട്ടോ വില ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. കാജലും എല്ലാം ഉണ്ടായിരുന്നു, നല്ല വില കേട്ടോ. പിന്നെ ഷാമ്പൂവിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ മാമ എർത്തിൻ്റെ കേരള താളി ഷാമ്പൂ ആട്ടോ. കണ്ടീഷണറും ഷാമ്പൂവും എല്ലാം ഉണ്ട്. അതുപോലെ നമ്മുടെ മാമ എർത്തിൻ്റെ തന്നെ കേരള മാമാരത്തിൻ്റെ ഒരു ആൻറ്റി ഹെയർ ഫാള് റോസ്മേരിയുടെ ഷാമ്പൂ, അതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ മൊത്തം ഷാമ്പൂ ആണ് കേട്ടോ. ഷാമ്പൂ ഞാൻ ഈയിടെയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചത് ഷാമ്പൂ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ മാമാരത്തിൻ്റെ തന്നെ അലോവേറ ജെല്ലുള്ള ഒരു ബോട്ടിൽ, അതിന് 500 രൂപ ആട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. ഇത് മൊത്തം ക്രീമുകളാണ്, നമ്മുടെ ബോഡി ലോഷനും ബോഡി ക്രീമും അങ്ങനെ കുറേ. അങ്ങനെ ഈ സെക്ഷന് മൊത്തം നമ്മുടെ സ്പ്രേയും ഹെയർ ഓയിലും ഫേസ് വാഷും അങ്ങനെയാണ്. നോക്കിയപ്പോൾ മോനെ നമ്മുടെ ഫേസ് വാഷാട്ടോ മാമ-എർത്തിൻ്റെ തന്നെ. മാമ-എർത്താണ് ഫുള്ള്. ഞാൻ എടുത്തേക്കണം വിറ്റാമിൻ സിയുടെ ഫേസ് സ്ക്രബാണ്. ഞാൻ എടുത്തില്ല, നിങ്ങളത് പരിചയപ്പെടുത്താൻ കാണിച്ചു കേട്ടോ. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഹെയർ ഓയിലും അതുപോലെ തന്നെ മറ്റേ ഹെയർ കളറും പിന്നെ നമ്മുടെ സിമ്പിൾ ഫേസ് വാഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സിമ്പിൾ ഫേസ് വാഷും മാമ-എർത്തിൻ്റെ ഫേസ് വാഷും എല്ലാം ഉണ്ടായിരുന്നു. ഹാൻഡ് വാഷൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെയർ കളറും പിന്നെ നമ്മുടെ ബോഡി സ്പ്രേയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എവിടെയെന്നറിയാമോ? നമ്മുടെ വൈക്കത്തെ പെരയിൽ മാർട്ടാട്ടോ. അപ്പോൾ എല്ലാവരും പെരമണ്ണോട്ട് വരൂ കേട്ടോ. അങ്ങനെ ഒരു അടുത്തുള്ളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി ഞാൻ കുറച്ച് മാങ്ങ മേടിച്ചു. നല്ല മാങ്ങ കേട്ടോ. 2-3 മാങ്ങ മേടിച്ചു. പിന്നെ ഞങ്ങൾ വേറെ കടയിലോട്ട് പോയി. നമ്മുടെ ബഡാ ബസാറാട്ടോ. ബഡാ ബസാർ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, നല്ലൊരു കടയാട്ടോ. നമ്മുടെ ഈ ചില കടയൊക്കെ കയറുമ്പോൾ എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോവും. എല്ലാം കൂടി വാരെടുക്കണമെന്നാണ്. പിന്നെ കണ്ടപ്പോൾ കുറേ കുടുക്ക കണ്ടിട്ടാ. നമ്മുടെ തോജപ്പന് കുടുക്ക ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഈ കുടുക്ക ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്ത്. കുടുക്ക ഉണ്ടായിരുന്നു തോജപ്പന്, പക്ഷെ അത് പൊട്ടിച്ചിട്ടാ. അങ്ങനെ ഒരു 27 രൂപയുടെ ഒരു കുടുക്ക, 27 രൂപ ഉണ്ടായിരുന്നു ആ കുടുക്ക ഞാൻ മേടിച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെ മേടിച്ചെന്ന് പറയട്ടെ. മാർക്കിസ്റ്റ് മേടിച്ചു, ഡവിൻ്റെ സോപ്പ് മേടിച്ചു, പിന്നെ കോൺഫ്ലവർ പൊടി മേടിച്ചു, പിന്നെ ഇപ്പി നമ്മൾ 2 എണ്ണം മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നെയിൽ പോളിഷ് എടുത്തു. പിന്നെ നമ്മൾ
പിന്നെ എടുത്തത് നമ്മൾ പേന, ഒരു ബ്ലാക്ക് പെൻ അച്ഛൻ എഴുതാൻ കൊണ്ടുപോയിട്ടോ, 2 ബ്ലാക്ക് പെന്ന് മേടിച്ചു, പിന്നെ 3 ജെൽ പെൻ അത് മേടിച്ചു, പിന്നെ ബ്രൂ 4 എണ്ണമായിട്ട് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചത് ജാമാട്ടോ. ജാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നിങ്ങൾ കാണിക്കാൻ വന്നത് ഓട്സ് എടുത്തു. ഓട്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്, ഓട്സ് ഞാൻ എടുത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോൾ ബേബി സെക്ഷനായിട്ട് പോയപ്പോൾ ബേബി പൗഡർ ഉണ്ട്. എനിക്ക് ബേബി പൗഡറിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ബേബി പൗഡർ എടുത്തു. ഒരു യോഗേർട്ട്, പ്ലെയിൻ യോഗേർട്ട്, ഫ്ലേവർ ഒന്നും ഇല്ലാത്ത യോഗേർട്ട് എടുത്തു. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടറാണ് എടുത്തത്. പിന്നെ ദേ നമ്മുടെ ആശാൻ വന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഈ ഒരു സാധനമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ്. അതും ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പിന്നെ കിറ്റ്കാറ്റ് എടുത്തു. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ.